നമുക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരികയും നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്യുന്ന കമൻസ് വന്നാൽ പോലും ഒരു കമൻറ്റ് വന്നു. ഇപ്പം ഇൻസ്റ്റയിലൊന്നും അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാം ഭയങ്കര നല്ല വ്യൂവേഴ്സാണ്, എല്ലാവരും നല്ല ആൾക്കാരാണ്. പക്ഷെ ചിലപ്പോൾ തെറ്റിത്തെറിച്ചൊക്കെ ചിലപ്പോൾ ഒരെണ്ണം എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ ഹേർട്ടാവും. ഞാൻ പെട്ടെന്ന് ഹേർട്ടാവുന്ന കൂട്ടത്തിലാണ്. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഒന്നും കാണിക്കില്ല, അത് ബോൾഡായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് ചേച്ചിക്ക് കിട്ടിയില്ല ഇത്രയും കാലം ജീവിച്ചു? രണ്ട് വ്യക്തികളാണ് കല്യാണം കഴിക്കുന്നത്, രണ്ട് വ്യക്തികളല്ലേ, രണ്ട് വൈരുദ്ധ്യങ്ങളായ സ്വഭാവങ്ങളാണ്. ഒരിക്കലും നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വഭാവം ഇല്ല, ഒന്നിലും ഇല്ല. അപ്പൊ അതിലെന്താ കാര്യം എന്ന് വെച്ചാല് എന്റെ സ്വഭാവം തന്നെ എന്റെ വൈഫിന്റെ സ്വഭാവമാണെന്നില്ല. ചേട്ടൻ അഡ്വൈസ് ചെയ്യാറുണ്ടോ? അതങ്ങനെ എടുക്കണ്ട. അഡ്വൈസ് അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് കല്ലി വല്ലി. എന്റെ സ്വഭാവത്തില് ഞാനെപ്പോഴും ഞാൻ പറയട്ടെ മോനെ, ഞാൻ ഇപ്പൊ ഇത്രയും വയസ്സായി, ഒരു ഹാഫ് സെഞ്ചുറിയും കഴിഞ്ഞ് ഞാനിപ്പോൾ ക്രീസിൽ നിൽക്കുകയാണ്, സത്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതുവരെ ദൈവം സഹായിച്ചൊരു ടാബ്ലറ്റ്, കാരണം എന്നേക്കാളും 10, 12, 15 വയസ്സിന് താഴെയുള്ളവരൊക്കെ ഞാൻ ഇൻഡസ്ട്രി കണ്ടിട്ടുണ്ട്. കുറെ ഗുളികയും കൊണ്ടുവരുന്നുണ്ട്. അതായത് ആണുങ്ങൾ, ലേഡീസിനെ നമ്മൾ അങ്ങനെ അവസ്ഥ നോക്കണില്ല. കുറെ ആണുങ്ങളടക്കം ഗുളിക കഴിക്കുന്നവരുണ്ട്, പ്രഷർ, ഷുഗർ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ദൈവം സഹായിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയും, പലരോടും ഞാനത് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ മെൻ്റലി ഹെൽത്താണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മെൻ്റലി ഹെൽത്ത് നമ്മൾ ശരിയല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിനി ജിമ്മിൽ പോയിട്ടും കാര്യമില്ല, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടും കാര്യമില്ല. നമ്മളുടെ ശരീരം തളർന്നുകൊണ്ടിരിക്കും, അകാല വാർദ്ധക്യം നമ്മളെ പിടിപെടുക്കൊണ്ടിരിക്കും. കാരണം ചില ആളുകൾ കണ്ടിട്ടില്ല, ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 40 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും അവരെ കാണുമ്പോൾ ഒരു 70 വയസ്സ് ഫീൽ ചെയ്യും. ചില ആളുകൾ യങ്ങായിട്ടിരിക്കും. ലാലേട്ടനും മമ്മൂക്കൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോണവരാ. ലാലേട്ടനൊക്കെ ഇപ്പൊ ചെറുപ്പത്തിലേക്ക് പൊക്കോണ്ടിരിക്കണില്ലേ. 10 വർഷം മുമ്പുള്ള ലാലേട്ടനല്ല, 10 വർഷം കഴിഞ്ഞു, പുള്ളി വയസ്സ് കുറഞ്ഞു. വേറെ കാര്യമുണ്ട് മോനെ, എല്ലാവർക്കും ഇങ്ങനെ ആവാൻ പറ്റില്ല. അല്ല, ലാലേട്ടൻ എപ്പോഴും പറയുന്നത് വെച്ചാല് പുള്ളിയെ സംബന്ധിച്ചിട്ട് ജീവിതത്തിൽ ഒരുപാട് ഇപ്പൊ അടുപ്പിച്ച് 6 വർഷം ഒരു സൂപ്പർ താരത്തെ സംബന്ധിച്ചിട്ട് പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലാലേട്ടൻ ഭീകര പരാജയം, എടുത്ത് ഉടുക്കായിരുന്നു ലാലേട്ടൻ. മലൈക്കോട്ട വാലിബൻ അടക്കം ചിത്രങ്ങളിലെ ലാലേട്ടനെ എടുത്ത് ഉടുത്തു സോഷ്യൽ മീഡിയ. ഉടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അത്രയും പറഞ്ഞിട്ടും ആ മനുഷ്യന്റെ മുഖത്ത് ഒരു വിഷാദച്ചാവി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ല? ഒരു ഫംഗ്ഷന് വരുമ്പോൾ പുള്ളി പുഞ്ചിരിയോടെ. അപ്പോൾ പലരും ലാലേട്ടനോട് ചോദിക്കും, ലാലേട്ടൻ മോനെ അതൊരു സിനിമ പരാജയപ്പെടും, വിജയിക്കും. അതിന് ഞാൻ ഒന്നും ചെയ്യാറില്ല, ഞാൻ അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാറില്ല. അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂലേക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രചോദനം തോന്നിയില്ല. ഇപ്പൊ നമുക്ക് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോഴോ അദ്ദേഹത്തോട് ഡൽഹിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കുകയാണ്, ഇത്രയും ഹൈറ്റ്സിലേക്ക് പോകുമ്പോഴേ എങ്ങനെ ഇങ്ങനെ ഇത്ര വിനയത്തോടെ നിൽക്കാൻ പറ്റും? അപ്പൊ പുള്ളി പറഞ്ഞില്ലേ, മോനെ എത്ര മോളിൽ പോകുമ്പോഴും നമ്മൾ താഴേക്ക് തന്നെ നോക്കിയിരിക്കണം, കാരണം ഇത് ഇടയ്ക്ക് താഴേക്ക് വരുന്നുണ്ടേ, അപ്പൊ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എത്ര മേളിലേക്ക് പോകുമ്പോഴും താഴെ നമ്മൾ എപ്പോഴും അവിടെ ആയിരിക്കണം. നമ്മൾ ഏറ്റവും അല്ലെ എല്ലാവരുമായിട്ടും സന്തോഷത്തിലും ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് ഏറ്റവും താഴെയിലാണ്. ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് താഴേക്ക് വരും. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് സത്യസന്ധരായാൽ മതി. ഞാൻ പഠിച്ചൊരു പാഠമാണത്. നമ്മളല്ലാണ്ട് ഒരു ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവവിശ്വാസി എന്ന് പറയാൻ പറ്റില്ല. ദൈവവിശ്വാസി എന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അതായത് ഒരു മനുഷ്യനോട് ദ്രോഹം ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനെ ചതിക്കാൻ പാടില്ല, മനസ്സാ വാചാ കർമ്മണ നമ്മൾ അങ്ങനത്തെ തെറ്റുകൾ ചെയ്യരുത്. അതിൻ്റെ കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ യു ആർ സേഫ്. നിങ്ങൾ അമ്പലത്തിലെ പള്ളിയിൽ ഒന്നും പോകണമെന്നില്ല, കുമ്പസരിക്കണമെന്നില്ല, അവിടെ പോയി ശയനപ്രദക്ഷിണം ചെയ്യണമെന്നില്ല, നിസ്കരിക്കണമെന്നില്ല. ദൈവം ഇരിക്കുന്ന കുടികൊള്ളുന്ന ഹൃദയത്തിലാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല. എൻ്റെ മനസ്സ് എന്തുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഫോണിൽ ഹാങ് ആവില്ലേ, നമ്മൾ ക്ലിയർ ചാറ്റ് അടിക്കില്ലേ വാട്സപ്പൊക്കെ, നമ്മൾ പലതും വേണ്ടാത്തതൊക്കെ ഫയൽസ് ഒക്കെ എടുത്ത് കളയില്ലേ, ആവശ്യമില്ലാത്തത്. ഈ സാധനം മനസ്സിൻ്റെ അകത്ത് നമ്മൾ കൂട്ടി വെച്ചേക്കാണ്. പലതും 10 കൊല്ലം മുമ്പുള്ളതും 20 കൊല്ലം മുമ്പുള്ളതും 5 മാസം മുമ്പുള്ളതും ഒക്കെ മനസ്സിൻ്റെ അകത്ത് കയറ്റി അത് നിറഞ്ഞിരിക്കുക. അപ്പം മനസ്സിങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കും. അത് ബോഡിയെ ബാധിക്കും, മെന്റലി ഫിസിക്കലി ബാധിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ സൈലന്റ് അറ്റാക്ക് വരെ വരുന്ന അങ്ങനെയാണ്. സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. അത് ഇത്ര ഉള്ളൊരു മുഷ്ടിയുടെ അത്ര ഉള്ളൊരു ഹൃദയത്തിന് സമ്മർദ്ദം താങ്ങണ്ടേ?
ഇനി നമുക്ക് അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചോദിച്ചോളൂ കാരണം അവനൊന്നും ചോദിക്കാനുള്ള അവസരം കൊടുക്കണില്ല. ചോദിച്ചോ. ഇനി അല്ലേ ഇനി നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇത്ര ഞങ്ങളെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നിങ്ങൾ ഓക്കെ ഞാൻ കാര്യം പറഞ്ഞത് എന്റെ ഈ വാക്ക് കേട്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ചിന്തകൾ അങ്ങനെയല്ലേ പറഞ്ഞത്. നിങ്ങൾ നന്നാവാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം. മനോജേട്ടൻ വന്നിട്ട് ഭയങ്കര നല്ലൊരു റിവ്യൂവർ ആണ്. നല്ലപോലെ റിവ്യൂ ബിഗ് ബോസിന്റെ ഒരു സീസൺ ഈ സീസൺ ഞാൻ അധികം റിവ്യൂ പറഞ്ഞിട്ടില്ല. വേറൊന്നും കൊണ്ടുമല്ല, എനിക്ക് പറയാൻ തോന്നാത്തതുകൊണ്ട്. എനിക്ക് അത്രയ്ക്ക് പറയാനൊന്നും ഇല്ല ഇതില്. കാരണം എന്തോ ഒരു സീസൺ അത്ര ഒരു അന്റാർട്ടിക്കയിലെ മഞ്ഞുമല പോലെ ചേട്ടന് ഈ ഐഡിയ എങ്ങനെ വന്നേ? വീട്ടിലൊക്കെ പറയണേ ഞാൻ ഇങ്ങനെ തുടങ്ങാൻ പോകും. അല്ല, യൂട്യൂബ് തുടങ്ങിയത് അങ്ങനെയായിരുന്നു. ഞാൻ അതെ അതെ എന്നെ യൂട്യൂബ് തുടങ്ങാൻ നിർബന്ധിച്ച ഒരു സുഹൃത്ത്, അതായത് ഇവരുടെ തെസ്ബീൻസ് ആണ് ഫസ്റ്റ് തുടങ്ങിയത്. ഞാനും തെസ്നിയും കൂടിയാണ് ഫസ്റ്റ് അപ്പൊ ആ തുടങ്ങിയത്. പുള്ളി വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ മനോട്ടാ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കണല്ലോ. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഒക്കെ പോകും, നിങ്ങൾക്കൊരു തുടങ്ങിക്കൂടെ മനോട്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറയാനാ. അപ്പൊ ഇപ്പൊ ബിഗ് ബോസിന്റെ ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഇപ്പൊ തുടങ്ങിയല്ലോ, മനോട്ട ബിഗ് ബോസ് റിവ്യൂ വെച്ച് തുടങ്ങി. എന്നാ ശരി ഒക്കെ എന്ന് വെച്ചാൽ അങ്ങനെ തുടങ്ങി, അങ്ങനെ റിവ്യൂ വെച്ചാണ് തുടങ്ങിയത്. അത് നല്ല ക്ലിക്കായി. മോനും പാർട്ടിസിപ്പേറ്റ് രണ്ടുപേരും കൂടി അങ്ങനെ ശങ്കരും ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ അവനിപ്പോ ഭയങ്കര ചമ്മല. അല്ല അവൻ അങ്ങനെയല്ല, അവൻ വെച്ചൂടായില്ലേ ഇപ്പൊ, ആ ഒരു പ്രായം കഴിഞ്ഞില്ല. അന്ന് ചെറിയ പ്രായമാണല്ലോ. അന്ന് ഭയങ്കര കാര്യമായിട്ട് ഇതൊക്കെ കണ്ടോണ്ടിരുന്നതാ. ഇപ്പൊ അവന് ഭയങ്കര ചമ്മല. ഇപ്പൊ പറഞ്ഞ മോർ ദാൻ 20 years ആയിട്ടുണ്ട് മാരേജ് ലൈഫ് ഒക്കെ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അന്നും ഇന്നും ലൈക്ക് എന്ത് ചേഞ്ച് ഇല്ലാത്തതാ? ചേഞ്ച് ലൈക്ക് മാറ്റം നോക്കിയിട്ട് ഈ മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. നല്ലൊരു മാറ്റം അങ്ങനെ ഞങ്ങൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ തല്ലു പിടിക്കും വെറുതെ. ഞാൻ പറഞ്ഞത് മോനെ അതല്ല, എന്റെ മാറ്റങ്ങളൊന്നും എനിക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും വരെയില്ല. അങ്ങനെ പ്രത്യേകിച്ച് വരാത്ത ഒരാളാണ് ഞാൻ. അതെ അതെ സത്യം. നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ട് എന്നിൽ വേരൂന്നി കിടക്കുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരാളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മളിലുള്ള ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മളിലുള്ള കാര്യങ്ങൾ നമ്മളിൽ തന്നെ കിടക്കുന്നതാണ്. മനസ്സിലായില്ലേ? അത് നമുക്ക് ഞാനായിട്ടൊരു എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്കൊരു ശല്യമായിട്ടോ തലവേദനയായിട്ടോ ഒന്നും ഞാൻ വർത്തിക്കാറില്ല. ഞാൻ അങ്ങനെ ഒരു സ്വഭാവമാണ്. ഞാൻ ആരുടെ അടുത്തും തല്ല് പിടിക്കാനും പോകാറില്ല. ദേഷ്യം വരും എനിക്ക്. ദേഷ്യം വന്നാൽ എൻ്റെ ശബ്ദം അറിയാലോ, ഒരു ഇത്തിരി ശബ്ദം കൂടുന്നുള്ളൂ ബേസ്, അല്ല ഇത്തിരി ശബ്ദത്തിന്റെ വോളിയം എന്ന് കളിച്ച ദേഷ്യമാണത്. ദേഷ്യമൊക്കെ ഭയങ്കരൊക്കെ, പക്ഷെ കുറച്ച് അനാവശ്യ വാക്കുകളോ തെറിപ്രയോഗങ്ങളോ. പക്ഷെ ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഭയങ്കര അലർജി ദേഷ്യപ്പെട്ട് കളയും. പക്ഷെ അതിന് നീണ്ടു നിൽക്കാൻ പറ്റില്ല. നമുക്കത് ദേഷ്യപ്പെടും. പക്ഷെ എനിക്ക് ഫുൾ ടൈം നല്ല എൻജോയ് ചെയ്ത് തമാശ, ഞാൻ എപ്പോഴും ജോളി ആയിട്ടിരിക്കണം. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് അവിടെ ലൈവ് ആക്കണം. അത് ഞാൻ അറിയാണ്ട് സംഭവിക്കുന്നത്. എനിക്ക് വെറുതെ ഇങ്ങനെ പോയി കസേരയിൽ ഇരിക്കാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ ഫാമിലിയുടെ വലിപ്പ്. ഇപ്പൊ ഞാൻ തറവാട്ടി പറവൂര് പോണു. ഇപ്പൊ ഇവിടെ ചേച്ചിയുടെ വീട്ടില് ചന്ദ്രൂര് ഇപ്പൊ ഒരു പരിപാടിക്ക് വരുന്നു. അപ്പൊ ഒരു ദിവസം താമസിച്ചു. അപ്പൊ ഞങ്ങള് എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെയൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും. ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ചേച്ചി, വിനയുടെ ചേച്ചി, അനീതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം അവളെ ഞാനിട്ട് അവളെ വളരെ പുറകെ നടന്ന് ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അത് ആസ്വദിക്കുന്നവര്. ഞങ്ങള് പക്ഷെ ഞാനൊരു കസേരയിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിശബ്ദമായിട്ട് എല്ലാവരും നിശബ്ദമായിരിക്കും. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അല്ല അത് അവർക്കും ഇഷ്ടമാണ് കേട്ടോ. എന്റെ ചേച്ചിയും എന്റെ അനീതിയൊക്കെ അത് ഭയങ്കര എന്റെ വീട്ടിൽ ചെന്നാലും വെറുതെങ്കിലും എന്റെ അമ്മയുടെ പുറകെയോ എന്റെ പെങ്ങളുടെ പുറകെ കാണുന്ന എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അവരെങ്ങനെ ഇറിറ്റേറ്റ് അപ്പൊ അമ്മ പറയും ഈ മനോജ് മനോജ് വന്നാ പിന്നെ